ഈ സാഹിത്യകാരന്മാർ, എഴുത്തുകാർ രാഷ്ട്രീയം പറയരുത് എന്നാണ് കഴിഞ്ഞ ദിവസം UDF-ന്റെ നേതാക്കൾ നിലമ്പൂരിനെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞത്. അതായത് നിലമ്പൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കുറെ എഴുത്തുകാരികളും എഴുത്തുകാരന്മാരുമൊക്കെ സാഹിത്യ രംഗത്ത് വളരെ അറിയപ്പെടുന്ന കുറെ അധികം പേർ പങ്കെടുത്ത ഒരു സംഗമം നിലമ്പൂര് നടത്തും. ആ സംഗമത്തിൽ അവർ എം സ്വരാജിനെ ജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്തു. പലപ്പോഴും ഇലക്ഷനൊക്കെ വരുമ്പോൾ അല്ല ചില വിഷയങ്ങൾ വരുമ്പോൾ സാഹിത്യ നായകന്മാർ, സാംസ്കാരിക നായകന്മാർ പ്രതികരിക്കാറുണ്ട്. ഒരു ലിസ്റ്റ് വരും, ഒപ്പിട്ടവരുടെ ഒരു 5, 10, 50, 100 പേരുടെയൊക്കെ ലിസ്റ്റ് വരും. അതേപോലെ ഇപ്പൊ ഇലക്ഷൻ സമയത്തും സാഹിത്യകാരന്മാരും സാഹിത്യകാരികളും പ്രതികരിക്കാറുണ്ട്, കലാകാരന്മാരും കലാകാരികളും. അപ്പൊ ഇവിടെ UDF കഴിഞ്ഞ ദിവസം നിലമ്പൂർ കേസിൽ പറഞ്ഞത് ഈ എഴുത്തുകാർ എന്തിന് പരസ്യമായിട്ട് രാഷ്ട്രീയം പറയുന്നു എന്നാണ്. അത് പാടില്ല, അതെന്തോ ഒരു മോശം കാര്യമല്ലേ. എഴുത്തിലേക്ക് കേന്ദ്രീകരിക്കൂ. ഇപ്പൊ U-ടേൺ പറഞ്ഞു. എന്താ, UDF-ന്റെ കെയർ ഓഫിൽ തന്നെ ഒരു ഡസനോളം എഴുത്തുകാരെന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് ഇപ്പൊ പുറത്തു വന്നു. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ. അപ്പൊ അല്ല മാളോരെ, ഞങ്ങളൊരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താ ഈ പെട്ടെന്ന് നിലപാട് മാറ്റിയത്? എം സ്വരാജിന് അനുകൂലമായിട്ട് കുറെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും രംഗത്ത് വന്നപ്പോൾ, ഒരു സംഗമം നടത്തിയപ്പോൾ, അവർ പ്രസ്താവന ഇറക്കിയപ്പോൾ നിങ്ങൾ അതൊന്നും മാന്യമല്ല, മര്യാദയല്ല, എഴുത്തുകാരുടെ ലോകത്ത് നിൽക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഇപ്പോ UDF-നെ ജയിപ്പിക്കാൻ ഒരു എഴുത്തുകാരുടെ പട്ടിക എന്തിനാ പുറത്തുവിട്ടത്? അപ്പൊ നിങ്ങൾ പറഞ്ഞതിനൊരു വിലയുമില്ലാതായില്ലേ മാളോരെ? UDF-എ സതീഷിനോടും കെ സുധാകരനോടും VD സതീഷിനോടും രമേശ് ചെന്നിത്തലയോടും മറ്റു നേതാക്കളോടും ഒക്കെ ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിലപാടില്ലേ? നിങ്ങളൊരു നിലപാടെടുത്തതിൽ അതിൽ ഉറച്ചു നിൽക്കണ്ടേ നിങ്ങൾ? പിന്നെ വന്ന ലിസ്റ്റിനെ പറ്റി തന്നെ ആക്ഷേപം വന്നു. എന്തിപ്പം നിലമ്പൂർ UDF ഇറക്കിയാൽ അത് മുഴുവൻ ബാക്ക് ഫയർ ചെയ്യുന്ന അവസ്ഥയാണ്, ബൂമറാങ് പോലെ തിരിച്ചടിക്കുന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാഹിത്യ രംഗത്തുള്ളവർ എഴുതി ഒപ്പിട്ട് ഇറക്കിയ പ്രസ്താവന. അതിൽ അറിയപ്പെടുന്ന സാഹിത്യ നിരൂപകരും എഴുത്തുകാരുമായിട്ട് 1-2 പേരേ ഉള്ളൂ. ബാക്കി ആ പേരുകൾ നോക്കിയാലേ അത് മഷിയിട്ട് നോക്കണം. അതിൽ സാഹിത്യ രംഗത്ത് എത്രമാത്രം അറിയപ്പെടുന്നവർ അതിലുണ്ടോ എന്നുള്ളത് മഷിയിട്ട് നോക്കേണ്ടി വരും. ഇപ്പൊ വന്ന ലിസ്റ്റിൽ ആദ്യത്തെ പേര് UK കുമാരനെ എല്ലാവർക്കും അറിയാം. അതേപോലെ AR തമ്പാനെ, അദ്ദേഹം സാഹിത്യ രംഗത്ത് ചില കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളാണ്. ഇതിനപ്പുറത്ത് ബാക്കിയുള്ള പേരുകളൊക്കെ എഴുത്തുകാരാണോ ഇല്ലയോ എന്ന് നമ്മൾ മഷിയിട്ട് നോക്കേണ്ടുന്ന അവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, സ്വരാജിന് വേണ്ടി എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകര്, സിനിമാക്കാര് ഒക്കെ ആയിക്കോട്ടെ, അവര് വോട്ട് പിടിക്കുന്നു, വോട്ട് ചെയ്യണമെന്ന് ജനം തീരുമാനിക്കും. നിങ്ങൾ നിലപാടും എടുത്തു, ഞങ്ങൾ ഇത്തരം പരിപാടിക്കില്ല, ഇതൊക്കെ വെറും ചീപ്പാണെന്ന് പറഞ്ഞ നിങ്ങൾ അത് തന്നെ പാലിക്കണമായിരുന്നു. നിങ്ങൾ ഇപ്പൊ ഈ കൗണ്ടർ ചെയ്യാൻ ഈ പരിപാടിയായിട്ട് ഇറങ്ങിയതെന്നാണ്. അത് നിങ്ങളെ തന്നെ അപഹാസ്യരാക്കി. മാത്രമല്ല, കൗണ്ടർ ലിസ്റ്റില് ഒരു അറിയപ്പെടുന്ന 1-2 പേരല്ലാതെ ബാക്കി ആർക്കും അറിയത്തില്ല. പക്ഷെ UDF-ന് എതിരെ LDF-ന് വേണ്ടി രംഗത്ത് വന്നത് വളരെ അറിയപ്പെടുന്ന കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തുള്ളവരാണ്, വളരെ അറിയപ്പെടുന്ന പേരുകൾ. ആ ലിസ്റ്റൊന്നും ഇവിടെ ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ UDF ബദൽ ലിസ്റ്റ് ഇറക്കിയപ്പോൾ ഒന്ന് നിങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോക്കം പോയി, പിന്നൊന്ന് നിങ്ങൾ ഇറക്കിയ ലിസ്റ്റിൽ അറിയപ്പെടുന്ന 1-2 പേര് മാത്രം. അപ്പൊ ഇതൊരു വിഷയമാക്കി നിങ്ങൾ എടുക്കാതെ അവഗണിക്കണമായിരുന്നു. സ്വരാജിന് വേണ്ടി എഴുത്തുകാർ പോയി വോട്ട് ചോദിച്ചോട്ടെ, കൊടുത്താൽ കൊടുത്തു, ഇല്ലെങ്കിൽ ഇല്ല. അതിൽ നിലമ്പൂരിലെ വോട്ടർമാർ തീരുമാനിച്ചപ്പോൾ പോകുന്നതിന് തെറ്റുണ്ടോ? സാഹിത്യകാരന് അല്ലെ സാഹിത്യകാരിക്ക്, എഴുത്തുകാരിക്കും കലാകാരിക്കും രാഷ്ട്രീയം പാടില്ല എന്നുണ്ടോ? രാഷ്ട്രീയ നിലപാട് പാടില്ല എന്നുണ്ടോ? അത് എവിടുത്തെ പിന്നെ രീതിയാണത്? നമ്മൾ ലോക ചരിത്രം മുഴുവൻ എടുത്തു നോക്കുക. അറിയപ്പെടുന്ന പല വിശ്വവിഖ്യാതരായ എഴുത്തുകാരും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ളവരായിരുന്നു. ഓരോ രാജ്യത്തും 1-2 പേരുകൾ മാത്രം പെട്ടെന്ന് ഓർത്താൽ മതി. വലിയൊരു നീണ്ട ലിസ്റ്റ് ഉണ്ട്. എന്നാലും മാർക്കേസ്, ലോകം മുഴുവൻ അറിയപ്പെടുന്ന മാർക്കേസിന് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നു. അതേപോലെ മറ്റു പല എഴുത്തുകാരും, അവരൊക്കെ രാഷ്ട്രീയ നിലപാടുകൾ എപ്പോഴും വിളിച്ചു പറഞ്ഞിട്ടുള്ളവരുമാണ്. അറിയപ്പെടുന്ന വിശ്വലോക കവി പാബ്ലോ നെരൂദയ്ക്ക് രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായിരുന്നു, പരസ്യമായ നിലപാടുകൾ എടുത്തിരുന്നു. അതേപോലെ എത്രയോ എഴുത്തുകാർ യൂറോപ്പിലും
അമേരിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ വ്യക്തമായ പ്രോഗ്രസീവ് രാഷ്ട്രീയം, പുരോഗമന രാഷ്ട്രീയവും അതേപോലെ തന്നെ അവർക്ക് ശരിയെന്ന് തോന്നുന്ന രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച എത്രയോ എഴുത്തുകാരുണ്ട്. മലയാളത്തിൽ മാത്രം ഇലക്ഷൻ നടക്കുമ്പോൾ ഈ എഴുത്തുകാർ ഒന്നും മിണ്ടരുത്, ഒരു സ്ഥാനാർത്ഥിക്കും അനുകൂലമായിട്ട് വരരുത് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അതൊരു വിഷയം. അവിടെ UDF തിരിച്ചടി കിട്ടിയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഈ പണിക്ക് ഇറങ്ങരുതായിരുന്നു. ഇറങ്ങുമ്പം നന്നായിട്ട് അന്തസ്സോടെ ഇറങ്ങണം, അല്ലെങ്കിൽ നാറി കുളിച്ച് കയറേണ്ടി വരും എന്നുള്ളതിന്റെ തെളിവാണിത്. 2, ആശമാരുടെ നിലമ്പൂർ ക്യാമ്പയിൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. നിലമ്പൂർ ക്യാമ്പയിൻ നടക്കുമ്പം അതിലെ ഏറ്റവും വലിയ തമാശ എന്താണ്? ഈ ആശമാരോട് പിന്നെ ചോദിക്കാനുള്ളത്, നിങ്ങൾ പറഞ്ഞാലുടനെ നിലമ്പൂരിലെ വോട്ടർമാര് പിന്നെ മാറി വോട്ട് ചെയ്യും, അങ്ങനെ വല്ല വിശ്വാസവും നിങ്ങൾക്കുണ്ടോ? പിന്നെ നിങ്ങളുടെ അവിടുത്തെ ഈ പറയുന്ന പ്രവർത്തനങ്ങളെ പറ്റി ഒട്ടേറെ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്, അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും. ഏറ്റവും ഒടുവിൽ ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ, നിലമ്പൂർ വീഡിയോ അവസാനിപ്പിക്കാം. ഡെയിലി നമ്മൾ നിലമ്പൂരിനെ കുറിച്ച് ഓരോ വീഡിയോ. ഇനി 5 ദിവസം കൂടെ ബാക്കിയുള്ളൂ, അതോടുകൂടി തീരും ഇലക്ഷൻ കൗണ്ട് ഡൗൺ. ഇനി 5 ദിവസം കൂടി മാത്രം. അപ്പോ ഇതിനകത്ത് ഈ പറയുന്ന ഒരു കാര്യം, ഈ സൂസിമാര്, സൂസിമാര് അവര് പറയുന്ന എന്താണ്? വീടുകളിലെ ക്യാമ്പയിനിൽ നോട്ടീസ് കൊണ്ടുവന്നിട്ട് ഞങ്ങളെ അപമാനിച്ച, ഞങ്ങളുടെ സമരത്തെ അപമാനിച്ച ഈ സർക്കാരിന്റെ, ഈ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുത്. അതിനർത്ഥം മിനി സൂസിയുടെ വൈസ് പ്രസിഡന്റായ മിനി, ആശാവർക്കർമാരുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റായ സൂസി മിനി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്, വോട്ടർമാരോട് പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ അപമാനിച്ച സർക്കാരിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എം സ്വരാജ്. അതിനർത്ഥം നിങ്ങൾ വേറെ ആർക്കെങ്കിലും വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുക എന്നല്ല. എങ്ങനെയുണ്ട്? അപ്പൊ ഞങ്ങൾക്കൊരു ലെഫ്റ്റ് റൈറ്റ് വോയിസ് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുക. നിങ്ങൾക്കൊന്നെങ്കിൽ പരസ്യമായിട്ട് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വോട്ട് ചോദിക്കാം, അല്ലെങ്കിൽ BJPയുടെ മോഹൻ ജോർജിന് വേണ്ടി വോട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് PV അൻവറിന് വേണ്ടി, വീണ്ടും മത്സരിക്കുന്ന അൻവറിന് വേണ്ടി വോട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഇതൊന്നും വയ്യ, നിങ്ങൾക്ക് മാനം രക്ഷിക്കാൻ നിലവിലുള്ള സർക്കാരിന്റെ സ്ഥാനാർത്ഥിക്ക് എതിരെ ഞങ്ങൾ നിൽക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുക. ആ ഒരു കോളം ഉണ്ടല്ലോ ബാലറ്റ് ബോക്സിലെ, നൺ ഓഫ് ദ എബവ്. ഇവിടെ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് സ്വീകാര്യരല്ല, അതുകൊണ്ട് നൺ ഓഫ് ദ എബവിനാണ് നിലമ്പൂരുകാർ വോട്ട് ചെയ്യേണ്ടത്, നോട്ടയ്ക്ക്. എന്നെന്താ സൂസി മിനിമാര്, ആശാവർക്കർമാര് പറയാത്തത്, സമരത്തിന് ഇറങ്ങിയവര്? അപ്പൊ ഇത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യം ഇതിനകത്തുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ മിണ്ടുന്നില്ലല്ലോ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ആവർത്തിക്കുന്നില്ല. അപ്പം നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ പറയുന്നില്ല, നിലവിലെ ഭരണകൂടത്തിന് സ്ഥാനാർത്ഥിയായിട്ട് ഗവൺമെന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ മറ്റവിടെ ഇവിടെയൊക്കെ കുത്തിക്കൂ എന്നാണ്, വ്യക്തമായ രാഷ്ട്രീയമാണ് പറയുന്നത്. അപ്പൊ ഒരു രാഷ്ട്രീയം പറയാനാണോ ആശാവർക്കർമാർ നിലമ്പൂരിലേക്ക് പോയത്? അതോ നിങ്ങളുടെ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാനാണ്? നിങ്ങൾക്ക് വിശ്വാസ്യത എന്നേ നഷ്ടപ്പെട്ടു എന്നതുകൊണ്ടാണ് നിങ്ങളുടെ സമരം ക്ലച്ച് പിടിക്കുന്നത്. ഇപ്പൊ എത്രയോ മാസങ്ങളായിട്ട് സമരം ചെയ്യുന്നു. അതായത് നുണകളിൽ കെട്ടിപ്പൊക്കിയ ഒരു കൂടാരമാണ് നിങ്ങളുടെ സമരം എന്ന് പറയുന്നത്. ആ നുണകളിൽ കെട്ടിപ്പൊക്കിയ കൂടാരം ഇടിഞ്ഞു താഴെ വീഴും, അത്രയേ ഉള്ളൂ. നിലമ്പൂരിൽ നിങ്ങൾക്ക് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പറ്റില്ല. അവിടുത്തെ ജനങ്ങൾക്ക് അവർക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ അവർ വോട്ട് ചെയ്തോളൂ. നിങ്ങൾ പോയിട്ട് അവിടെ ഒരു ഓളവും തീർക്കാൻ പോകുന്നില്ല. നിങ്ങളിപ്പോൾ പ്രചരണത്തിന് പോയിട്ടും ഒരു കാര്യവും കണ്ടതായിട്ടൊന്നും ഒരു റിപ്പോർട്ടുകളും നമ്മൾ കാണുന്നില്ല. പിന്നെ അവിടെ ഒരു വിവാദം ഉണ്ടാക്കാം, നിങ്ങളോട് മോശമായിട്ട് പെരുമാറി അതിന്റെ പേരിൽ ഒരു വാർത്ത സൃഷ്ടിക്കാം, മാപ്രകൾ അത് ഏറ്റുപിടിക്കാനുണ്ടാവും. അതിനപ്പുറത്ത് ഒന്നും നടക്കാൻ പോണില്ല. അത്രയേ ഉള്ളൂ.